എക്കോളജി ആണ്. Industrial ecology is defined as a science of sustainability. Industrial ecology deals with the relation between industry and ecology. അപ്പോൾ സയൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്നാണ് ഇൻഡസ്ട്രിയൽ എക്കോളജിയെ പറയുന്നത്. സോ ഇത് ഡീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കോളജി. അതായത് നമ്മുടെ എൻവറോൺമെന്റും ഇൻഡസ്ട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇൻഡസ്ട്രിയൽ എക്കോളജിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. Ecology can be broadly defined as a study of the interaction between the abiotic or non-living and biotic living components of the system. അതായത് നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് എക്കോളജി എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് പറയുന്നത് ecology seems to involve a food web that provide an interconnection of organism and their weights. സോ എക്കോളജിയിൽ ഒരു ഫുഡ് വെബിൽ എന്തുണ്ട്? ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ ദി ഓർഗാനിസം ആൻഡ് ദെയർ വേസ്റ്റ്. അപ്പോൾ ഒരു ഓർഗാനിസവും മറ്റൊന്നിന്റെ ഫുഡാണ്. അപ്പോൾ ഓരോ ഓർഗാനിസവും മറ്റൊന്നിന്റെ ഫുഡാണ്. അപ്പോൾ ഈ ഫുഡ് വെബിൽ നമ്മൾ ഈ ഒരു ഫുഡ് വെബ് നമ്മൾ ചെറുതിലെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്കോളജിയിൽ വരുന്നത് ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ എക്കോളജിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഇൻഡസ്ട്രിയൽ കണ്ടന്റ് വി മേ വിഷ്വലൈസ് സച്ച് ആൻ ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ ദി യൂസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ്. അതായത് ഇപ്പം നമ്മൾ എൻവറോൺമെന്റിൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാകൂ എന്ന് പറയുന്ന പോലെ ഒന്നിന്റെ വേസ്റ്റ് ആണ് മറ്റൊന്നിന്റെ ഫുഡ്. ഓക്കെ, സോ ഇതേ സംഭവം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും? ഒരു പ്രൊഡക്റ്റിന്റെ വേസ്റ്റും പ്രൊഡക്റ്റും ഇതിന്റെ പ്രൊഡക്റ്റും വേസ്റ്റ് പ്രൊഡക്റ്റും ആണ് ഇൻഡസ്ട്രിയൽ എക്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് the concept of industrial ecology is based on the natural pattern that an industrial ecosystem may behave in a similar way to a natural ecosystem wherein everything get recycled. അതായത് നമ്മുടെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ എല്ലാ പ്രൊഡക്റ്റും റീസൈക്കിൾ ചെയ്ത് പോകുന്നുണ്ട്. സോ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എക്കോളജിയിലേക്ക് വരുന്നത്. നാച്ചുറൽ പാറ്റേൺ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്കോളജിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻ ദിസ് കൺസെപ്റ്റ് ദി കൺസപ്ഷൻ ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ ഈസ് ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എ വൺ പ്രോസസ് മേ സെർവ് ആസ് എ റോ മെറ്റീരിയൽ ഫോർ അനദർ പ്രോസസ്. അതായത് അപ്പോൾ നമ്മൾ എനർജിന്റെയും മെറ്റീരിയലിന്റെയും കൺസപ്ഷൻ ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് എന്താക്കുക, മറ്റൊരു ഇൻഡസ്ട്രിയിലേക്കുള്ള റോ മെറ്റീരിയലായി യൂസ് ചെയ്യുക. അതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. When one company's byproduct become an important resource to one or several of other companies, the outcome is a reduce the consumption of resource and significant reduction in the environmental strain. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബൈ പ്രോഡക്റ്റ് മറ്റേതെങ്കിലും കമ്പനിയുടെ ഇമ്പോർട്ടന്റ് റോ മെറ്റീരിയലായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സ് മെറ്റീരിയലിന്റെ കൺസപ്ഷൻ കുറക്കാൻ പറ്റും, എൻവറോൺമെന്റിലേക്കുള്ള വേസ്റ്റ് മിനിമൈസ് ചെയ്യാനും പറ്റും. One of the most important concept of industrial ecology is to reject the concept of waste. അതായത് സർക്കുലർ എക്കണോമിയിലേക്ക് വരുമ്പോഴേക്ക് ഇൻഡസ്ട്രിയൽ എക്കോളജിയിലേക്ക് അതായത് സർക്കുലർ എക്കണോമിയിലേക്ക് വരുമ്പോഴും ഇൻഡസ്ട്രിയൽ എക്കണോമിയിലേക്ക് വരുമ്പോഴും എന്താണ് വേസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്രമാത്രം
വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, അത്രമാത്രം മിനിമൈസ് ചെയ്യുക എന്നതാണ്. അടുത്തത് നെസസിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ എക്കോളജി. അതായത് ഇൻഡസ്ട്രിയൽ എക്കോളജി എന്തിനാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചാല്, ഫസ്റ്റ് വൺ പോപ്പുലേഷൻ എക്സ്പ്ലോയിഷൻ. അതായത് അപ്പൊ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുണ്ടാവുകയാണ്? എൻവറോൺമെന്റിൽ കൂടുതൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മളെ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന കൺസെപ്റ്റ് വരുന്നത്. നെക്സ്റ്റ്, കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് പൊല്യൂഷൻ. അതായത് എന്ന് പറഞ്ഞാല് പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡിക്ലൈനിങ് ഇൻ നാച്ചേഴ്സ് പ്രൊഡക്റ്റീവ് എബിലിറ്റി. അപ്പോൾ നാച്ചറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ റിസോഴ്സിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ ആയിട്ട് ഇൻഡസ്ട്രിയൽ എക്കോളജിയുടെ ആവശ്യകത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്കോളജി. ഇൻഡസ്ട്രിയൽ എക്കോളജിന്റെ ഗോൾസ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അറ്റ് ദി ഗ്ലോബൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ. നമ്മുടെ എയിം എന്ന് പറയുന്നത് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. പിന്നെ സസ്റ്റൈനബിലിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് എ റിസോഴ്സ്. അതായത് റിസോഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ പ്രിവെൻഷൻ എക്കോളജിക്കൽ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. അതായത് എൻവറോൺമെന്റിനും ഹ്യൂമണിനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ പ്രൊമോഷൻ ഓഫ് എൻവറോൺമെന്റൽ ഈക്വാലിറ്റി, ഒപ്റ്റിമൈസേഷൻ ഓഫ് എനർജി ആൻഡ് ക്യാപിറ്റൽ. അതായത് എനർജി കൺസപ്ഷൻ എല്ലാം ഏറ്റവും മിനിമം യൂസ് ചെയ്യുക. Next, industrial ecology has evolved from type 1 system to type 3 system, that is change from a linear open system towards a cylindrical closed system. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ലീനിയർ എക്കോണമിയിൽ നിന്നാണ് സർക്കുലർ എക്കോണമിയിലേക്ക് വന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത്. ടൈപ്പ് 1 സിസ്റ്റത്തിൽ നിന്നാണ്, അതായത് ആ ലീനിയർ ഓപ്പൺ സിസ്റ്റത്തിൽ നിന്നാണ് അതായത് ടൈപ്പ് 3 സിസ്റ്റം, അതായത് സിലിണ്ടറിക്കൽ ക്ലോസ്ഡ് സിസ്റ്റത്തിലേക്ക് വന്നത്. ഒരു ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസോഴ്സ് ആയിരുന്നു. ഒരു ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസോഴ്സ് ആയിരുന്നത്. അത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നടന്ന് എന്തായി, അൺലിമിറ്റഡ് വേസ്റ്റ് ഉണ്ടാകുന്ന, അതായത് പറയുന്ന ടേക്ക്, മേക്ക്, യൂസ്, ഡീകമ്പോസ്, ആ ഒരു മെത്തേഡാണ് അവിടെ അൺലിമിറ്റഡ് ആയ വേസ്റ്റ് പ്രൊഡക്ഷൻ, അൺലിമിറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അതാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഫിഗർ നോക്കാം, എനർജി ആൻഡ് ലിമിറ്റഡ് റിസോഴ്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി വിത്ത് സം റീസൈക്കിൾ, ലിമിറ്റഡ് വേസ്റ്റ്. ടൈപ്പ് 2 ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ആൻഡ് ലിമിറ്റഡ് റിസോഴ്സ് എല്ലാം ലിമിറ്റഡ് ആണ് അല്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി വിത്ത് സം റീസൈക്കിൾ, എന്തുണ്ട്, കുറച്ച് റീസൈക്ലിംഗ് കൂടി അതിൽ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ സർക്കുലർ എക്കണോമിയിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ലിമിറ്റഡ് വേസ്റ്റ് ആണ് കാര്യം, കുറച്ച് റീസൈക്ലിംഗ് കൂടി നടക്കുന്നുണ്ട്. ഇനി ടൈപ്പ് 3 നോക്കിയ എനർജി, പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കപ്പിൾഡ് വിത്ത് ടോട്ടൽ റിസോഴ്സ് കൺസപ്ഷൻ, പിന്നെ അങ്ങനെയാണ് ടൈപ്പ് 3 വരുന്നത്. ടൈപ്പ് 3 ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത് എനർജി, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കപ്പിൾഡ് വിത്ത് ടോട്ടൽ റിസോഴ്സ് കൺസർവേഷൻ. അത് എനർജി റിസോഴ്സ്
എടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിന്റെ കൂടെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ട് മാത്രമേ റിസോഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മാത്രമേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, റീയൂസ് ചെയ്യുന്നുള്ളൂ, റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് പ്രൊഡക്റ്റ് ആയി മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ടൈപ്പ് 3 ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത്. The main objective of industrial ecology is achieve sustainability. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫ്രം ദി സ്റ്റാൻഡേർഡ് പോയിന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്കോളജി, യൂണിറ്റ് പ്രോസസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദി ഇന്ററാക്ഷൻ സിസ്റ്റം റാദർ ദാൻ ഐസൊലേറ്റഡ് കമ്പോണന്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്കോളജിയുടെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഐസൊലേറ്റഡ് കമ്പോണന്റ് ആയിട്ടല്ലാതെ എല്ലാ സിസ്റ്റം തമ്മിലും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. Therefore, different waste producing process plants or industry should be connected into an operating web that minimizes the total amount of industrial material that goes to the waste disposal sinks. അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള ഫുഡ് വെബ് പോലെ തന്നെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സും എല്ലാ ഇൻഡസ്ട്രിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫുഡ് വെബ് പോലെ ഒന്നിന്റെ വേസ്റ്റ് മറ്റൊന്നിന്റെ ഫുഡായി മാറുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ എമൗണ്ട് കുറക്കാനും പറ്റും, വേസ്റ്റിന്റെ പ്രൊഡക്ഷനും കുറക്കാൻ പറ്റും. Thus the focus shift from merely minimizing waste from particular process or facilities, that is pollution prevention, to minimizing the waste production by the larger system as a whole. ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ നിന്നുള്ള വേസ്റ്റ് കുറക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലാർജ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റിന്റെ പ്രൊഡക്ഷൻ കുറക്കുക എന്ന തീമിലേക്ക് ഈ ഇൻഡസ്ട്രിയൽ എക്കോളജിന്റെ കൺസെപ്റ്റിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. It gives further emphasis on the already known idea that waste should be considered a potentially useful resource. അതായത് വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള പകരം ഒരു റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻ ദിസ് കൺസെപ്റ്റ്, ഇൻഡസ്ട്രിയൽ സിസ്റ്റം വർക്ക് ഇൻ ദി മാനർ ഓഫ് എ നാച്ചുറൽ സിസ്റ്റം. It can be concluded that the industrial system will be most successful when it is mimics natural ecosystem. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റം നാച്ചുറൽ സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം നാച്ചുറൽ എക്കോസിസ്റ്റം മാതിരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കും എന്നതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. Industrial symbiosis. Industrial symbiosis can be defined as a sharing of services, utility, byproducts in industrial sector to add value, to reduce a cost and improve the environment. ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ഷെയറിംഗ് ഓഫ് എ സർവീസസ്, ഷെയറിംഗ് യൂട്ടിലിറ്റി ടു ഇൻഡസ്ട്രിയൽ, അതായത് ഷെയറിംഗ് യൂട്ടിലിറ്റി ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള പല ഇൻഡസ്ട്രീസും തമ്മിൽ ഷെയർ ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് കുറക്കാനും നമ്മുടെ എൻവറോൺമെന്റ് പൊല്യൂട്ട് ആകാതെ സംരക്ഷിക്കാനും വേസ്റ്റ് കുറച്ച് എൻവറോൺമെന്റിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നേക്കുന്നത്. The term symbiosis is built on the notions of mutualism in a biological communities. അതായത് സിംബയോസിസ് എന്ന് പറയുന്നത് നോർമലി ബയോളജിക്കൽ ടേം ആണ്. അതിൽ സിംബയോസിസ് എന്ന് പറഞ്ഞാല് ഇതിൽ തന്നെ രണ്ട് ജീവികള്
വരിക. രണ്ട് ജീവികൾ ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നോക്കുകയാണ്, മാവിന്റെ മേലെ ഇത്തളൊക്കെ നിൽക്കുന്നതാണ്. അവള് സാധാരണ വലിയ മാവാണെങ്കിൽ അതിന്റെ മേലെ ഇത്തളൊക്കെ നിൽക്കുന്നതിനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് പറയുക. അവിടെ മാവും ഉണ്ട് ഇത്തളും ഉണ്ട് എന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് നടക്കുന്ന. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് മ്യൂച്വലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ്, മ്യൂച്വലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് സിംബയോസിസ് എന്നതിൽ പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്ന രീതിയിലേക്ക് വരുന്നത്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പശുവും കൊക്കും പറഞ്ഞു കഴിഞ്ഞാല് കൊക്ക് പശുവിന്റെ പുറത്ത് കയറിന്ന് അതിന്റെ ചെള്ളിനെയൊക്കെ കൊത്തി തിന്ന് കഴിഞ്ഞാൽ പശുവിന് അതിന്റെ നിന്നുള്ള കടിയും മാറും, കൊക്കിന് ഫുഡും ആകും. അപ്പൊ ഇതാണ് മ്യൂച്വലിസത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. ഹിയർ അറ്റ്ലീസ്റ്റ് 2 species co-exist, ഇൻഡസ്ട്രി ആൻഡ് എൻവറോൺമെന്റ്. അതായത് 2 species ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും, പിന്നെ ഇൻഡസ്ട്രി ആൻഡ് ചെയ്യുക, അതായത് ഇൻഡസ്ട്രി ആൻഡ് എൻവറോൺമെന്റ്. നമ്മളെ ഇൻഡസ്ട്രിയൽ സിംബയോസിസിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രി എൻവറോൺമെന്റും തുല്യ രീതിയിലേക്ക് മുന്നോട്ട് പോവുക. എക്സ്ചേഞ്ചിങ് മെറ്റീരിയൽസ്, എനർജി ഓർ ഇൻഫർമേഷൻ ഇൻ എ മ്യൂച്വലി ബെനിഫിഷ്യൽ മാനർ. ഇൻഡസ്ട്രിയൽ സിംബയോസിസ് ഈസ് എ പാർട്ട് ഓഫ് എ emerging field of industrial ecology with a specific focus on the material and energy exchanges. അപ്പോൾ ഇൻഡസ്ട്രിയൽ സിംബയോസിസിൽ 2 സ്പീഷീസ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം സ്പീഷീസ് അല്ല, ഇൻഡസ്ട്രിയും എൻവറോൺമെന്റും ആണ് മെയിൻലി ഷെയർ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ മെറ്റീരിയൽസും എനർജിയും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ഇൻഡസ്ട്രി തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മുന്നേ ഡിസ്കസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ എക്കോളജിന്റെ എമർജിങ് പാർട്ടാണ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ ദി മെറ്റീരിയൽ ആൻഡ് എനർജി എക്സ്ചേഞ്ച്. മെറ്റീരിയലും എനർജി എക്സ്ചേഞ്ചിലും ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. The term industrial symbiosis was coined with the small municipality of Kalundborg, Denmark, where Asville developed a network of dense firm interaction was encountered. സോ ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന ടേം കോയിൻ ചെയ്തേക്കുന്നത് കലൻബർഗ് എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു മുനിസിപ്പാലിറ്റി ആണ്. ഈ കലൻബർഗ് ഡെൻമാർക്കിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന ടേം വരുന്നത്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അവിടെ എന്ത് ചെയ്തു, ഒരു ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഓരോ ഇൻഡസ്ട്രി ഇതുപോലെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് ഒരുമിച്ചുള്ള ഒരുപാട് ഇൻഡസ്ട്രീനെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും. സോ അതിന്റെ ഒരു ഫിഗറാണ് ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. The industrial complex established in the city of Kalundborg provide an excellent example of industrial ecology concept. Here, refinery supplies gas to a power plants and plastic board company for their energy needs. അപ്പോൾ ഡെൻമാർക്കിലെ കലൻബർഗ് എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഈ ഒരു ഇൻഡസ്ട്രി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രി ഒരുമിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത്. അപ്പോൾ അതെന്ത് പറയുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി എക്കോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് സീറോ വേസ്റ്റ്
വേസ്റ്റിലുള്ള ഒരു വലിയ എക്സാമ്പിളാണ്. കാരണം ഇവിടെയുള്ള റിഫൈനറി ആയിട്ടുള്ള പവർ പ്ലാന്റും പ്ലാസ്റ്റിക് ബോർഡ് കമ്പനിക്കും എന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട എനർജിയും ഗ്യാസും അവർക്ക് വേണ്ട എനർജി ഈ ഗ്യാസ് വഴി ഈ രണ്ട് പ്ലാന്റ്സിനും കണ്ടുപിടിച്ചോളും. ഈ ഗ്യാസ് വഴി ഈ രണ്ട് പ്ലാന്റ് കണ്ടുപിടിച്ചോളും. The stream from power plant is sent to biotechnology plant and into a direct heating system of the city. ഈ പവർ പ്ലാന്റിലുള്ള സ്ട്രീം ഈ പവർ പ്ലാന്റിൽ ഫോം ചെയ്യപ്പെടുന്ന സ്ട്രീം അവർ എങ്ങോട്ട് കൊടുക്കുന്നത്? ബയോടെക്നോളജി പ്ലാന്റിലേക്കും ഡയറക്റ്റ് ഹീറ്റിംഗ് സിസ്റ്റത്തിലേക്കും കൊടുക്കും. അതുപോലെ gypsum produced in the desulfurization unit of a power plant is used by the plasterboard manufacturing unit. അതായത് പവർ പ്ലാന്റിലെ ഡിസൾഫറൈസേഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജിപ്സം ഈ പ്ലാസ്റ്റിക് ബോർഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യും. Next, by reusing energy and material, this industrial ecosystem at Kallenberg saves around 19,000 tons of oil, 13,000 tons of coal, and 60,000 meter cube of water every year, thereby saving about $14 million per year. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൽ ഈ എനർജിന്റെയും മെറ്റീരിയൽസിന്റെയും എക്സ്ചേഞ്ച് കാരണം 90,000 ടൺസ് ഓഫ് ഓയിലും 30,000 ടൺസ് ഓഫ് കോളും 60,000 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടറും അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ $14 million per year അവർ ലാഭം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രിയും തമ്മിൽ കണക്റ്റഡ് ആണ്. സോ ഒന്നിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് മറ്റൊരു ഇൻഡസ്ട്രിയലിന്റെ റോ മെറ്റീരിയൽ ആയി മാറുന്നു. Thus, they have gone beyond a traditional compliance monitoring to process a monitoring to avoid a pollution. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ കമ്പനീസ് നമ്മൾ പരമ്പരാഗതമായി പാലിച്ചിരുന്ന ഒരു മോണിറ്ററിങ്ങിന്റെ അപ്പുറത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയി ഈ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡിലേക്ക് അവർ മാറി. They have literally shifted from end pipe pollution control to front end pollution prevention by creating design for the environment. സാധാരണ നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ എന്ത് ചെയ്യുന്നത് ഏറ്റവും അവസാനം ഈ വേസ്റ്റ് പുറന്തള്ളുന്നത്. അതായത് ലാസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അവസാനം ഉണ്ടാകുന്ന സോളിഡ് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയാണ്. പക്ഷെ അതിന് പകരം ഫ്രണ്ട് എൻഡ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആണ് അവർ അച്ചീവ് ചെയ്യുന്നത്. സോ തുടക്കം തന്നെ ഉണ്ടാകുന്ന ഓരോ ബൈ പ്രോഡക്റ്റും മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുന്നു. സോ അവിടെയാണ് വേസ്റ്റ്. സോ അവിടെ എന്തുണ്ടാകുന്നില്ല? വേസ്റ്റ് ഉണ്ടാകുന്നില്ല. കേളൻബർഗിലുള്ള ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഒരു ഫിഗറാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ നടുക്ക് കാണാം ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കാണാം. അതുപോലെ തന്നെ ഓയിൽ റിഫൈനറി ഉണ്ട് അതിന്റെ ഇപ്പുറത്ത്. സോ ഓയിൽ റിഫൈനറിയിൽ നിന്നുള്ള ഗ്യാസ് ഈ പവർ സ്റ്റേഷനിലേക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാന്റിലേക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പവർ സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റീം തിരിച്ച് ഓയിൽ റിഫൈനറിയിലേക്കും പോകുന്നുണ്ട്. അതുപോലെ എല്ലാം തമ്മിൽ കണക്റ്റഡും ആണ്. പവർ പ്ലാന്റിലുള്ള ജിപ്സം പ്ലാസ്റ്റിക് പവർ പ്ലാന്റിലേക്കും പോകുന്നുണ്ട്. അതുപോലെ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഹീറ്റ്, സ്ട്രീം, ബയോടെക്നോളജി
എന്നുള്ള പ്ലാന്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് വേസ്റ്റ് എന്തായിരിക്കും? സീറോ വേസ്റ്റ് ആയിരിക്കും. അതാണ് ആ ഫിഗറിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. Industrial symbiosis accelerated the transition from the linear system towards a circular system to achieve a low carbon sustainable economy. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലീനിയർ എക്കണോമി എന്താക്കി? സർക്കുലർ സിസ്റ്റത്തിലേക്ക് വന്ന്. അപ്പം ലീനിയർ പ്രോസസ് എന്ന് പറയുന്നതിൻ്റെ ഫിഗറാണ് നിങ്ങൾ താഴെ കാണുന്നത്. നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അതിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഒന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, പിന്നെ ഒന്ന് വേസ്റ്റ് ഡിസ്പോസൽ പ്രൊഡക്റ്റും ഉണ്ടായി. പ്രൊഡക്റ്റും ഉണ്ടായി, വേസ്റ്റും ഉണ്ടായി. അതാണ് ലീനിയർ പ്രോസസ്സിങ്ങിൽ വരുന്നത്. സോ നമ്മൾ ഈ സർക്കുലർ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേക്കും it mitigated global warming, emphasis on a recycling of a water, energy and materials and easier long distance material transport. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടു, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിലേക്ക് വരുമ്പോഴേക്കും വേസ്റ്റ് ഇല്ല, കാർബണിന്റെ പ്രൊഡക്ഷനും വരുന്നില്ല. അപ്പം ഗ്ലോബൽ വാർമിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് തന്നെ കോയിൽ വാട്ടർ ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ റീസൈക്ലിംഗ് വാട്ടർ എനർജി റീസൈക്ലിങ്ങിലൂടെ നമുക്ക് വാട്ടർ എനർജി അത്രയും ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട പ്രശ്നം ഉണ്ടാകുന്നില്ല. കാര്യം എല്ലാ ഇൻഡസ്ട്രിയും ഒരേ സ്ഥലത്താണുള്ളത്. സോ ലോങ് ഡിസ്റ്റൻസിൽ മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ നമ്മൾ ലീനിയറിൽ നിന്ന് സർക്കുലർ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേക്കും അവള് നാച്ചുറൽ റിസോഴ്സ് നമ്മുടെ ഇൻഡസ്ട്രി എയിലേക്ക് പോയി. ഇൻഡസ്ട്രിയൽ എയിലേക്ക് പോയാൽ അതിൻ്റെ അകത്ത് നിന്ന് പ്രൊഡക്റ്റ് നമുക്കുണ്ടായി. എയിലുള്ള വേസ്റ്റ് എന്തായി? അടുത്ത ഇൻഡസ്ട്രിയിലുള്ള റോ മെറ്റീരിയൽ ആയി മാറി. സോ ഇൻഡസ്ട്രി എ എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ഇൻഡസ്ട്രി ബി. അത് വീണ്ടും പ്രൊഡക്റ്റ് ആയി അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് അടുത്ത റിസോഴ്സ് ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് എ സർക്കുലർ എക്കണോമി. അതിന്റെ ഫിഗറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്.